ഇത് നമ്മളൊരു സിമ്പിൾ കറിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. പച്ചക്കറികളൊന്നും ഉപയോഗിക്കാതെ നമ്മൾ സാധാരണ ചേരുവകൾ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ഈസി കറിയാണ്. അപ്പോൾ അതിനായിട്ട് അതിൽ തന്നെ നമുക്ക് കരിവേപ്പില വേണം. അപ്പോൾ കരിവേപ്പില കുറച്ചധികം തന്നെ വേണം. ഒരു കൈപ്പിടിയോളം കരിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ 2 വലിയ തക്കാളി കൂടി വേണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ കരിവേപ്പില ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ എണ്ണയിലിട്ടിട്ടല്ല വറുത്തെടുക്കുന്നത്, സാധാരണ പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ ഒന്ന് വറുത്തെടുത്താൽ മതി, നല്ല ക്രിസ്പിയായി കിട്ടിക്കോളും. അപ്പോൾ നല്ലപോലെ കഴുകിയെടുത്ത കരിവേപ്പിലയാണ്. നമ്മുടെ ഒരു കൈപ്പിടിയോളം കരിവേപ്പില മാത്രം മതിയാവും. അപ്പോൾ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ചെറുതായിട്ടൊന്ന് ക്രിസ്പിനെസ്സൊക്കെ വരുന്നത് വരെ വഴറ്റിയെടുത്താൽ മതിയാവും. നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിനി ഒന്ന് തണുക്കണം. തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് പറ്റാവുന്നത്രയും നല്ല ഫൈൻ പൗഡറാക്കി പൊടിച്ചെടുക്കുക. അതായത് പൊടിച്ചെടുത്തു. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 തക്കാളിയും കൂടി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതേ ജാറിലേക്കിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് പുളിയാണ്. വാളംപുളി, ചെറിയൊരു കഷ്ണം പുളി മതിയാവും കേട്ടോ. പുളി ഓവറായിട്ട് ചേർക്കരുത്. വളരെ ചെറിയൊരു പീസാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇതിന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കറി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാൻ എടുക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ കറിക്ക് നമ്മൾ എണ്ണ കുറച്ച് അധികം തന്നെ ചേർക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മാത്രമല്ല ഇത് കേടുകൂടാതെ ഇരിക്കും. ഒരാഴ്ച വരെയൊക്കെ നമുക്ക് ഈ കറി വെച്ച് ഉപയോഗിക്കാം. അപ്പോൾ എണ്ണ കുറച്ച് അധികം ചേർക്കാം. എണ്ണ ചൂടായതിന് ശേഷം ആവശ്യത്തിന് കടുക് ചേർക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ഉലുവ, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മൂത്തതിന് ശേഷം 10 വെളുത്തുള്ളി കൂടി ചേർക്കാം. വെളുത്തുള്ളിയും കൂടി ഒന്ന് മൂത്ത് വരണം. അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലോട്ട് 12 ചെറിയുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്, അതും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ചെറിയുള്ളി തന്നെ ചേർക്കണമെന്നൊന്നുമില്ല. ചെറിയുള്ളി ഇല്ലെങ്കിൽ നമുക്ക് സവാള ഉപയോഗിക്കാം. അപ്പോൾ ചെറിയുള്ളി ചേർത്താൽ കുറച്ച് ടേസ്റ്റ് ആയിരിക്കും. ഇനി 2 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. പുള്ളി നല്ലപോലെ ഒന്ന് മൂത്ത് കിട്ടുന്നത് വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ കറി ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരാഴ്ച വരെയൊക്കെ പുറത്ത് വെച്ച് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഓയിലൊക്കെ ചേർക്കുന്നത്. ഫ്രിഡ്ജിലാണെങ്കിൽ നമുക്ക് അതിൽ കൂടുതൽ ദിവസം തന്നെ വെച്ച് ഉപയോഗിക്കാൻ പറ്റും. കേടായി പോവില്ല. പെട്ടെന്നൊന്നും കേടാവാത്ത ഒരു കറിയാണ്. അപ്പോൾ നല്ലപോലെ തന്നെ ഇത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് അത്യാവശ്യം ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഉള്ളിയുടെ നിറമൊക്കെ മാറി. ഇനി നമ്മൾ തീ നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കുക. അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കരിവേപ്പിലയുടെ പൊടി ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ നന്നായിട്ട് തീ കുറച്ച് വെച്ചതിന് ശേഷം വേണം ഈ കരിവേപ്പിലയുടെ പൊടി ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ ഇതെല്ലാം കൂടി കരിഞ്ഞു പോവും. അപ്പോൾ കരിഞ്ഞു പോയാൽ പിന്നെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് മൂപ്പിക്കുമ്പോൾ തന്നെ നല്ലൊരു മണം കിട്ടും കേട്ടോ. കരിവേപ്പിലയുടെ ഒക്കെ നല്ലൊരു മണം കിട്ടും. അപ്പോൾ അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ 2 വലിയ തക്കാളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇതിലേക്ക് ചേർക്കാം. തക്കാളിയുടെ പുളിയാണ് ഇതിലേക്ക് കൂടുതലായിട്ട് വേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ തക്കാളി എടുക്കുമ്പോൾ നല്ല വലിയ തക്കാളി 2 എണ്ണം എടുത്ത് ഉപയോഗിച്ചാൽ മതിയാവും. വാളംപുളി വളരെ കുറച്ച് ചേർക്കാൻ പാടുള്ളൂ. ഇനി തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ നമ്മൾ അരച്ച് ചേർത്ത കാരണം കുറച്ച് സമയം പിടിക്കും. അപ്പോൾ ഇത് കണ്ടില്ല, നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കാം. ഇതോടൊപ്പം തന്നെ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ സാധാരണ എരിവുള്ള മുളക് പൊടി 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ കാശ്മീരി ചില്ലി പൗഡർ ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചേർത്തത്. നിർബന്ധമില്ല, സാധാരണ മുളക് പൊടിയായാലും മതിയാവും. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പൊടികളൊക്കെ ഒന്ന് മൂത്ത് കിട്ടണം. ഇപ്പോൾ കണ്ടേ നന്നായിട്ട് മൂത്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് വേണം നമ്മളിതിലേക്ക് പുളിവെള്ളം ചേർക്കാനായിട്ട്. ഇതുപോലെ എണ്ണ തെളിയുന്നതിന് മുമ്പ് പുളിവെള്ളം ചേർക്കരുത്. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞതിന് ശേഷം പുളിവെള്ളം ചേർക്കുക. പിന്നെ ഈ കറിക്ക് ഓവറായിട്ട് വെള്ളം ചേർക്കരുത് കേട്ടോ. കുറച്ചൊരു കട്ടിയിൽ ഉണ്ടാവുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം വേണമെങ്കിൽ എക്സ്ട്രാ വെള്ളം ചേർക്കാവുന്നതാണ്. ഇനി ഈ കറി നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഉള്ളത്. ഇതൊന്നും കൂടി കുറുകി കിട്ടണം. അപ്പോൾ അത്രയും സമയം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. പച്ചച്ചുവയ്ക്കൊന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ല നന്നായിട്ട് നമ്മൾ തിളപ്പിച്ചെടുത്ത് നന്നായിട്ട് കറിയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ പെരുങ്കായപ്പൊടി ചേർക്കാം. നമ്മൾ സാമ്പാറിലൊക്കെ ചേർക്കുന്ന പെരുങ്കായപ്പൊടിയാണ്.
പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 2-3 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. കുറച്ചും കൂടി ഒന്ന് കുറുകി കിട്ടണം. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും കുറച്ചും കൂടി ഒന്ന് കുറുകിക്കിട്ടുണ്ട്. ഈ ഒരു അളവിൽ വേണം നമ്മൾ കുറുക്കിയെടുക്കാനായിട്ട്. ഇങ്ങനെയായിരിക്കും നല്ലത്. ഒരുപാട് ലൂസാക്കിയാൽ അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നമുക്ക് ചപ്പാത്തിക്കോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പുറത്ത് വെച്ചിട്ട് നമുക്ക് ഒരാഴ്ച വരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഫ്രിഡ്ജിലാണെങ്കിൽ അതിൽ കൂടുതൽ നിൽക്കും. പുറത്ത് വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ചൂടാക്കി വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക.